ഹലോ, എന്ത് വിശേഷം? എന്ത് കഥ? സുഖല്ലേ? ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകൾക്ക് ഒരു ചാകര, ഒരു ആവേശമായിരുന്നു, ഒരു ആഘോഷം തന്നെയായിരുന്നു അവർക്ക്. ചാനലുകൾ ഇരുന്നിട്ട് ഫുള്ള് തള്ളി മറിക്കലായിരുന്നു. കാരണം ഇപ്പോൾ പൊട്ടും യുദ്ധത്തിന് റെഡിയായി, യുദ്ധം തുടങ്ങി. ഓരോ കൺട്രികളെ അടിച്ചു, ഖത്തറിനെ ഇത്ര ഭാഗത്തടിച്ചു, UAE അടിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്താണ്, ബഹ്റൈൻ ഒരു പകുതി ശതമാനം തീർന്നു. പിന്നെ ബുർജ് ഖലീഫയിൽ നിന്ന് ആ ബുർജ് ഖലീഫയിൽ താമസിക്കുന്ന ആൾക്കാരെന്നെ അറിഞ്ഞിട്ടില്ല ഇതുവരെ. അവർ ഒഴിപ്പിക്കണം എന്ന് അത് പറഞ്ഞിട്ടില്ല. എന്തിനാണോ ഈ ചാനലുകാരങ്ങൾ ഇരുന്ന് ഇങ്ങനെ തള്ളുന്നത്? എന്ത് തള്ളങ്ങൾ തള്ളുന്നത്? അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ മറ്റെന്താണ് വീഡിയോസുകൾ, ഇസ്രായേലിനെ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നു, ഇറാൻ ഇങ്ങോട്ട് അടിച്ചു, അവിടെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് പറഞ്ഞിട്ട് ഇത് ഇറാനടാ, ഇത് ഇസ്രായേലടാ, അപ്പുറത്ത് അമേരിക്ക, ട്രംപ് ഇരുന്നാൽ എല്ലാം നടക്കും, എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ മൂത്താപ്പാരാണല്ലോ ഇവരൊക്കെ, അല്ലേ? അല്ലെങ്കിൽ മാടകൂടി നിന്ന് കൊടുത്താണല്ലോ ഇതൊക്കെ. നിങ്ങൾ അമ്മാവന്മാരായിരുന്നിട്ട് യുദ്ധം ചെയ്യണത്, അവിടുന്ന് മേടിക്കണത് അളാപ്പാവർ, അങ്ങനെയൊക്കെ ആണല്ലോ നിങ്ങൾ. വെറുതെ പൊന്നാരം പറയല നായ്ക്കളെ. ആരും എവിടെയും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഇവിടെ കുറേ പ്രായമായ വാപ്പയും ഉമ്മയും വല്യമ്മയും അതുപോലെ തന്നെ കുറേ എന്താ പറയുക, നമ്മുടെ ഭാര്യ മക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ട് കാത്തിരിക്കുന്ന, കുറേ കൂടപ്പുറപ്പുകൾ തന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒന്നും അല്ലാതെ സേഫായിട്ട് നമ്മളിവിടെ തിരിച്ചെത്തണം, ഇവിടെ ഓക്കെ ആവണം. നമ്മൾ പോയിട്ടുള്ളത് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ചോദിക്കുക. അല്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന മാതിരി കൂത്താട്ടല്ല. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ക്യാമറയും വെച്ച് ഇതും വെച്ചിട്ട് ഹലോ ഗൈസ് അവിടെ പൊട്ടാണ്. നിങ്ങൾ ഇന്നലെ ശരിക്കുണ്ടല്ലോ ഈ പൂരപ്പറമ്പിൽ ഈ കമ്പത്തിന് തിരി കൊടുക്കുമ്പോൾ അതുകൊണ്ട് മറ്റേ പാർട്ടിക്കാരുടെ വടക്കുമുറി ദേശത്തിൻ്റെ കയറി പൊട്ടലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെക്കുമുറി ഒട്ടും മോശമല്ല, തെക്കുമുറി 2 ഡബിൾ റോൾ അടിച്ചിട്ടാണ് കയറി പൊട്ടുന്നത്. ഇതായിരുന്നു ഇന്നലെ ചാനൽ ചർച്ചയിലുണ്ടായിരുന്നത്. നാണമില്ലട ഊളകളെ നിങ്ങൾക്ക്, ഇല്ലേ? എന്തിനേയും കളി ഇതിനൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ പറഞ്ഞുണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയാൽ മതി. അവിടെ അനുഭവിക്കുന്ന കുറേ പാവപ്പെട്ട വീട്ടുകാരുണ്ട്. എന്തെങ്കിലും സംഭവിക്കുമോ, മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ, അതല്ലെങ്കിൽ ഇനി ആരെന്നെ വഴിയാധാരായി ഒന്നും നമ്മൾ പോയി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ മക്കൾക്ക് പോയി. അപ്പോഴും നിങ്ങൾ ഇരുന്നിട്ട് പറയുന്നത് അവിടെ പറ്റി, അവിടെ ഒരാൾക്ക് സംഭവിച്ചു. നിങ്ങൾ ഭയങ്കര ആഘോഷമാണ്. നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് എന്താ പോകാനുള്ളത്? നിങ്ങൾക്ക് കിട്ടാനേ ഉള്ളൂ. ഇത് കണ്ടിട്ട് കുറേ പാവങ്ങളുടെ കമൻസും കണ്ടു, അല്ല ഒന്നും സംഭവിക്കാറ്. എൻ്റെ പൊന്ന് താത്താമാരെ, പൊന്ന് കാക്കാമാരെ, ഒന്നുമില്ല. അത് സംഭവം അവർ തമ്മിലുള്ള ഒരു പ്രശ്നം, അത് അവർ തീർത്തോളൂ. ഇവിടെ നമ്മൾ GCC കൺട്രിക്കൊന്നുമില്ല. അതൊക്കെ ഒരു വാണിംഗ് പോലത്തെ ഓരോ ചെറിയ മിസൈലുകൾ ഇട്ടിട്ട് ഒരു വാണിംഗ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഈ ഖത്തറിനെ ഇറാൻ അടിക്കാൻ ഒരു ഇതുമില്ല. കാരണം ഖത്തറും ഇറാനും പണ്ട് മുതലേ നല്ല ചങ്കുകൾ. അവിടെ ഏറ്റവും കൂടുതൽ ഇറാനികൾ തന്നെ കൂടുതലുള്ളത്. അങ്ങനത്തെ ഒരു കൺട്രിയിലേക്ക് വന്നിട്ട് ഇങ്ങോട്ടിടുമോ, അങ്ങോട്ടിടുമോ? അതുപോലെ തന്നെ UAE അങ്ങനെ തന്നെയാണ്. അതുപോലെ GCC കൺട്രി മൊത്തം അങ്ങനെ തന്നെയാണ്. അവർ നല്ലൊരു ഇതിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറ്റകളാണെന്ന് പണ്ട് മുതലേ അറിയിക്കുന്നത്. കാരണം ആദ്യം അടിച്ചിട്ടുള്ളത് സ്കൂൾ കുട്ടികളെയാണ്. പണ്ടും ഇവർ ചുട്ട് തിന്നുന്ന കുറേ ടീമുകളാണല്ലോ. കാരണം ചെറിയ ചെറിയ പിഞ്ച് പൈതങ്ങളെ ചുട്ട് തിന്നുക, തന്തൂരിയാക്കി തിന്നുക, അതുപോലെ കൊണ്ടുപോയിട്ട് ഈ ചെറിയ പച്ച പിഞ്ചും ഈ മാംസത്തിൻ്റെ മണം പോലും മാറാത്ത, പാലിൻ്റെ മണം പോലും മാറാത്ത ചെറിയ പൈതങ്ങളെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് തിന്നുന്ന ടീമുകൾ അവരല്ല. അതല്ല അതിനപ്പുറം ചെയ്യും. അപ്പോൾ ആ ഒരു ടീമിലൊന്നും ജനങ്ങളൊന്നും പെടുത്തണ്ട. നിങ്ങൾ ഈ ഇത് കേട്ടിട്ട് ഈ വീട്ടിലുള്ളവരോട് പറയാനുള്ളത് കേട്ടോ, ഇതൊന്നും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇവരൊക്കെ ഇത് വെറും ഒരു തട്ടിപ്പ് മാത്രമാണ്. ഇവർക്ക് ചാനൽ വിജയിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ്. വല്ലാത്തൊരു നാറിയാളം കേട്ടോ.